അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. എംഎൽഎയുടെ ആസ്തി വികസന നിധിയിൽ നിന്ന് 1.5 കോടി രൂപ ചിലവിട്ട് നവീകരിച്ച സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നാടിന് സ്വന്തമായി. ദിവസവും 1000-ലേറെ യാത്രക്കാർ ആശ്രയിക്കുന്ന താനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. 80-ലധികം കിലോമീറ്റർ പൂർത്തീകരിച്ചു. 500-ന്റെ അടുത്ത് കിലോമീറ്റർ പൂർത്തീകരിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷകരം നിങ്ങളെ അറിയിക്കുകയാണ്. കുതിരാൻ ടണൽ, മൂന്നാർ, ബോഡിമേട്ട്, നാട്ടുകൽ, താണാവ് ഹൈവേ പദ്ധതികളൊക്കെ നമ്മൾ യാഥാർത്ഥ്യമാക്കി. ഒട്ടനവധി ഹൈവേ പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുകയാണ്. അതിന് നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനപരമായ പങ്കാളിത്തം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഹൈവേ മാത്രമല്ല, മലയോര ഹൈവേ, കേരളത്തിലെ 13 ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ, കേരളത്തിന്റെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുന്ന മലയോര ഹൈവേ 1200 കിലോമീറ്ററാണ്. മലയോര ജനത സ്വപ്നം കണ്ട ഒരു പദ്ധതി. ഒട്ടനവധി പ്രതിബദ്ധതകളുണ്ടായിരുന്നു. പുതിയ ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ്, ഉയർന്ന ശ്രേണി, യാത്രക്കാർക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രം, ടോയ്ലറ്റ് കോംപ്ലക്സ്, 1ാം പ്ലാറ്റ്ഫോമിൽ മേൽക്കൂര, പ്ലാറ്റ്ഫോമിൽ വിപുലമായ ഇരിപ്പിട സൗകര്യം, മിനി മാസ്റ്റർ ഉൾപ്പെടുന്ന വൈദ്യുതി വിളക്കുകൾ എന്നിവ ഉൾപ്പെടുത്തിയ ബൃഹത് പദ്ധതികളോടെയാണ് റെയിൽവേ സ്റ്റേഷൻ നവീകരണം MLA നടത്തിയത്. അസൌകര്യങ്ങളിൽ വീർപ്പുമുട്ടിയിരുന്ന റെയിൽവേ സ്റ്റേഷന് ഇതോടെ ആധുനിക മുഖം കൈവന്നു. നവീകരണത്തിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കിയിരുന്നു. കോഴിക്കോട് ഭാഗത്തേക്കും ഷൊർണൂർ ഭാഗത്തേക്കും 13 ട്രെയിനുകൾക്ക് വീതമാണ് താനൂരിൽ സ്റ്റോപ്പുള്ളത്. 10 പാസഞ്ചർ ട്രെയിനുകളും 14 എക്സ്പ്രസ് ട്രെയിനുകളും 2 സൂപ്പർ ഫാസ്റ്റ് മെയിലുമാണ് താനൂരിൽ നിർത്തുന്നത്. പദ്ധതിയുടെ ശിലാഫലക അനാച്ഛാദനം മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയാണ്. കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കുന്ന റെയിൽവേ ഓർബിറ്റ് പദ്ധതികൾ ഉൾപ്പെടുത്തി താനൂർ തെയ്യാല മേൽപ്പാലം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഒരു 10% ജോലി കൂടി ഇനി ബാക്കിയുണ്ട്. അത് താഴെയുള്ള വീടുകളിൽ നിന്നുള്ള മഴവെള്ളം ഒലിച്ചു പോകാനുള്ള ഒരു ഡ്രെയിനേജും അതോടൊപ്പം തന്നെ മഠത്തിൽ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തുള്ള ചെറിയൊരു വർക്കുമാണ് ബാക്കിയുള്ളത്. അത് പൂർത്തീകരിച്ച് മാത്രമേ കോൺട്രാക്ടർക്ക് നമ്മൾ അവരുടെ ബില്ല്. അസൌകര്യങ്ങളിൽ വീർപ്പുമുട്ടിയിരുന്ന സ്റ്റേഷന്റെ നവീകരണത്തോടെ പുതിയ ചരിത്രമാണ് പിറക്കുന്നത്. കേരളത്തിൽ ആദ്യമായാണ് റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിക്കുന്നത്. എഡിറ്റർ ലൈവ്, താനൂർ. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം, ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.